ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും സാൻവിയും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സാൻവി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് എനിക്ക് ഡേ ടു ഡേയിലും പോകാണ്ട് നെസ്റ്റോളിലും പോകാണ്ട് കേട്ടോ. അപ്പോൾ നെസ്റ്റോളിലേക്ക് ഏട്ടൻ എത്തും. അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ 8:30 ആ സമയം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഈ ബ്രിഡ്ജെല്ലാം കയറി നമ്മൾ അപ്പുറത്തെ സൈഡ് എത്തണം. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നടക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഫാമിലിനെ കൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവളെ എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കെല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അവനെടുത്ത് പോകാമെന്ന് പറയുന്നത് ബാക്ക് പെയിനും കാര്യങ്ങളുള്ളതിനെക്കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ് പിടിച്ചു. ബസ് വന്നു. ഒറ്റ സ്റ്റോപ്പുള്ളൂ കേട്ടോ. ഒറ്റ സ്റ്റോപ്പുള്ളൂ ഇവിടേക്ക്. അപ്പം ബസ്സാകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ ബസ്സിന് പോവുകയാണ്. അങ്ങനെ ഡേ ടു ഡേ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ദീപാവലീൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ പോയത്. എനിക്ക് 2 സാധനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ സാധനം കൊടുക്കണം കേട്ടോ. അപ്പം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ കിട്ടി. പിന്നെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും എടുക്കണമല്ലോ പൈസയ്ക്ക്. അപ്പം ഇവിടെ ദീപാവലീൻ്റെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ദീപങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ്, ചിരാഗ് വിളക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇവിടെ ദീപാവലി ഭയങ്കര സെലിബ്രേഷനാണ് കേട്ടോ. അപ്പം ഇവിടെ നല്ല തിരക്കുമായിരുന്നു. പിന്നെ അതായത് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യാൻ പറ്റുന്ന ബാസ്ക്കറ്റില്ല, അതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ കുറേ മറ്റേ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ ടാങ്ക് ടോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ എന്തെടുക്കണം വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ പോയി ഞാൻ ഓരോന്നും ഇങ്ങനെ നോക്കുമായിരുന്നു. ടോപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. എനിക്ക് ടോപ്പൊന്നും അത്ര വലിയ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാൻ ടോപ്പിലേക്കൊന്നും പോയില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ സാമി ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഒരു നോക്കിയായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നെസ്റ്റോളിലേക്കും കൂടെ പോകണമല്ലോ. ഇത് നിപ്പിള് പാഡാട്ടോ. നിപ്പിള് വയ്ക്കുന്ന ഒരു പാഡാണ്. ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇനിയിപ്പം നെസ്റ്റോളിലും കൂടെ പോകാനെന്നെ കൊണ്ട് വേഗം തന്നെ എടുത്തിട്ട് പുറത്തേക്ക് പോകണം. പിന്നെ ഇത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ കോളർ യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് ഇങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. അത് ഷോർട്ട്സ് പാൻറ്റ് വരുന്നതാണ് കേട്ടോ. ഫുള്ളി ലെങ്ത് ആയിട്ടുള്ളല്ല, കോട്ട് സെറ്റ് പോലെ തന്നെ, പക്ഷേ പാൻ്റല്ല, ട്രൗസറായിട്ട് വരും. ഈ ഫിലിപ്പീൻസ് ഒക്കെ ഇടുന്ന ഒരു ടൈപ്പ് സാധനം കേട്ടോ. പിന്നെ കുറച്ച് പാൻസും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഇനി എന്തെടുക്കണം ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. എന്തെടുക്കണം വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടൈം പോകുന്ന സംഭവമേ അറിയില്ല കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ടു വൈകുന്നേരം വരെ ഇവിടെ നിന്നാലും ടൈം പോകുന്ന കാര്യം ഇവിടെ അറിയില്ല കേട്ടോ. അതാണ് എനിക്ക് ഡേ ടു ഡേ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാൻവിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് കളിക്കുന്നതായാലും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോന്നിങ്ങനെ കാണാം, ഇതാക്കാമല്ലോ. അങ്ങനെ സാൻവിക്ക് മൂത്രമൊക്കെ മുട്ടി. അങ്ങനെ ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി വന്നതിന് ശേഷം അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമായിട്ടോ. നമ്മൾ സെറ്റ് സാരീൻ്റെ കൂടെ അങ്ങനെ ട്രഡീഷണൽ സാധനത്തിൻ്റെ കൂടെയൊക്കെ പോകാൻ പറ്റുന്ന ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി. അങ്ങനെ പിന്നെ നാട്ടിലേക്ക് പോകേണ്ട അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയതാട്ടോ. അങ്ങനെ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ കണ്ടു. പിന്നെ സാൻവി ഇങ്ങനെ എന്തൊക്കെയൊക്കെ വാങ്ങണം അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ വരാമെന്ന് വിചാരിച്ചു. എനിക്ക് മെയിനായിട്ട് അത് മാറ്റിയിട്ട് കാരണം നെസ്റ്റോളിലേക്ക് പോകണമല്ലോ. അപ്പോൾ എങ്ങനെയും ഫാസ്റ്റ് ആക്കണം വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം അവിടെ ന്യൂ ബോൺസിന് പറ്റിയ കുറേ റോംബസും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നെസ്റ്റോളിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ബസ് ഇറങ്ങാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. 4-5 പ്രാവശ്യം വിളിച്ചു, പക്ഷേ റിങ് പോകുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആൾ പേടിച്ചു പോയി. അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ, ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയാണല്ലോ. അങ്ങനെ പിന്നെ വിളിച്ചാൽ തന്നെ കിട്ടി. എനിക്ക് ഫോൺ അപ്പോഴാണ് റിങ് വന്നത്. പിന്നെ ഞങ്ങൾ നെസ്റ്റോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാരണം ഇവിടെ നടക്കാൻ ഒരുപാടുണ്ട് നെസ്റ്റോളിലേക്ക്. ടൈമില്ല, കാരണം ഓൾറെഡി 10 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് അവിടെ എത്തുമ്പോഴേക്ക് ഒരു ടൈമായി. പിന്നെ നമുക്ക് തിരിച്ചിവിടേക്ക് വരണ്ടേ, പിറ്റേന്ന് പണിക്ക് പോകണം. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ 12 മണിയാവും വീട്ടിലെത്തണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെയും കൂടെ പോവുകയാണെന്ന് വെച്ചാൽ 1 മണി കണക്കാവും കേട്ടോ.
അങ്ങനെ ദീപാവലീൻ്റെ ഭയങ്കര ഫെസ്റ്റിവലിൻ്റെ ഒരു തിരക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. നെസ്റ്റോയിലും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നെസ്റ്റോയിൽ എത്തിയിട്ട് ഓവറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ മെയിനായിട്ട് പോയത് സ്പ്രേ കാര്യങ്ങൾ വാങ്ങിക്കാനും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ പോയതിനെ കൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ അടുത്തുള്ള കേരള കാസ്റ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.